പരിശുദ്ധ ഹജ്ജിനും ഉംറക്കും പോകുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളായ ആളുകൾ മക്കയിലുള്ള പല പ്രധാന സ്ഥലങ്ങളും അതേപോലെ തന്നെ മദീനയിലുള്ള പല പ്രധാന സ്ഥലങ്ങളും കാണാൻ പോകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ ശക്തമായ പീഡനത്തിന് വിധേയമാകുന്നതിന് ഭയന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ അവരെ കൂടെ 3 ദിവസം സൗർ പർവ്വതത്തിലുള്ള ഒരു ഗോറിൽ, ഒരു ഗുഹയിൽ വിശ്രമിച്ചിരുന്നു. ആ സ്ഥലം കാണാൻ വേണ്ടി മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ പോവാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് അത് കാണുന്നതുമായി ബന്ധപ്പെട്ട്, അത് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ആൾ സംസാരിക്കുന്നതൊന്ന് ആദ്യം കേട്ടു നോക്കാം. എനിക്ക് പോകാൻ അവസരം ഉണ്ടായി. ഞാൻ പോയി, അതിനായിട്ട് നിയത്ത് വെച്ച് പോയി. ഒരുപാട് ദൂരം നടന്നു കയറണം. ഷുഗറൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റ ക്ഷീണം വന്നു. ഞാൻ അന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഇതിലൊരു പുണ്യമില്ല, ഒരു ത്രില്ലിന് കാണാൻ കയറിയതാ. എന്താണത് എന്നറിയാൻ ഒരു ത്രില്ല് വെച്ച് കയറിയതാ. പടച്ചോനെ, അല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു സുന്നത്തൊന്നുമില്ല, അതുകൊണ്ട് എന്നെ അപായപ്പെടുത്തരുത് റബ്ബേ, തിരിച്ച് താഴെത്തി ചേർന്നേ. അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി സൗറുകയിലെത്തി. അപ്പോൾ അദ്ദേഹം സൗർ ഗുഹ സന്ദർശിച്ച കഥ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം സൗർ എന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും കാരണം ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആനിലൊക്കെ ഇത് ഹുമാ ഫിൽ ഹോർ എന്നൊക്കെ പരിചയപ്പെടുത്തിയ ആ ഹോറാണ്, സൗർ പർവ്വതത്തിലുള്ള ഗുഹയാണ് ആ സംഗതി. ഇത് സന്ദർശിക്കൽ ഒരു പുണ്യൊന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം വരുന്നത്. സത്യത്തിൽ അദ്ദേഹം പുണ്യൊന്നില്ല, ഒരു കൂലിയും കിട്ടൂല, സുന്നത്തുമല്ല, നിർബന്ധമല്ല, ഇങ്ങനെ ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം നിയ്യത്ത് വെച്ച് കയറി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പുണ്യവുമില്ലാത്ത, സുന്നത്തോ നിർബന്ധോ അങ്ങനെയുള്ള പുണ്യങ്ങളൊന്നുമില്ലാത്ത വിഷയത്തിലും നിയ്യത്ത് വെക്കണം എന്ന് സ്വഹീഹായ ഹദീസിൽ മൂപ്പര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊന്നും പ്രത്യേകം ഒന്നും കണ്ടിട്ടില്ല. ഏതായിരുന്നാലും അതായിരിക്കും അയാൾ നിയ്യത്ത് വെച്ച് കയറിയിട്ടുണ്ടാവുക. ഏതായിരുന്നാലും നിയ്യത്ത് വെച്ച് കയറിയപ്പോഴും അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? അള്ളാഹുവിനേറ്റ് അഥവാ ഇനി കയറിയാൽ ഇയാൾക്കൊറ്റ കൂലി കൊടുക്കുമോ എന്ന് കരുതിയിട്ട്. കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ലോക മുസ്ലിമീങ്ങളൊക്കെ കയറി ഇറങ്ങുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അള്ളാഹു താല ഇയാൾക്ക് ആ കൂട്ടത്തിൽ കൂലി കൊടുക്കുമോ എന്ന് കരുതിയിട്ട് ഇയാളെന്താക്കി, പഠിച്ചവനെ എനിക്ക് കൂലിയൊന്നും തരണ്ട, ഇത് സുന്നത്തോ പുണ്യൊന്നും ഇല്ല, അപ്പം ഞാനൊരു ത്രില്ലിന് വേണ്ടി കയറിയതാണ്, ഇനി അറിയാതെ എനിക്ക് കൂലിയൊന്നും തന്നു പോകണ്ട എന്ന രീതിയിൽ അള്ളാഹു താലാക്ക് അദ്ദേഹം പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടാണ് കയറിയിട്ടുള്ളത്. ഇനി ഇതിന് കൂലി കിട്ടുന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ അയിമത്തുകൾ എന്താണ് പറയുന്നത്, ഇൻഷാ അല്ലാഹ് അത് നോക്കാം. അദ്ദേഹം തമാശക്ക് പറഞ്ഞതാണ്. അയിമത്തുൽ കിറാമുകൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രാർത്ഥിച്ചു, പടച്ചോനെ ഇതിലൊരു പുണ്യമില്ല, ഒരു ത്രില്ലിന് കാണാൻ കയറിയതാ. അപ്പോൾ അള്ളാഹിനോട് പ്രത്യേകം പറഞ്ഞതാണ്, ത്രില്ലിന് കയറിയതാണ്, ത്രില്ലിനല്ല സഹോദരൻ അവിടെ കയറുന്നത്. ഇമാം നബി തങ്ങളുടെ ഇലാഹിൽ അവിടെ കയറുന്നത് സുന്നത്താണ് എന്ന് പറയുന്നതായി കാണാം. ഇമാം നബി തങ്ങളുടെ തന്നെ പ്രസിദ്ധമായ അവിടുത്തെ ഷർഹുൽ മുഹദ്ദിബിലും അവിടെ കയറുന്നത് മുസ്തഹബാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞതായി കാണാം. മഹാനായ ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫൻ്റെ വിശദീകരണത്തിലും ഇത് അവിടെ കയറുന്നത് സുന്നത്താണ് എന്ന് പറയുന്നതായി കാണാം. പല അയിമത്തുകളും രേഖപ്പെടുത്തിയതാണെന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേവലം ഒരു ത്രില്ലിനുള്ളതല്ല. ഇത് ഹുമാ ഫിൽ ഹോർ എന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പ്രതിപാദിച്ച ഗുഹയാണ് സൗർ ഗുഹ എന്ന് നമ്മൾ പറയുന്ന സൗർ പർവ്വതത്തിലുള്ള ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിവസം തങ്ങിയ മഹത്വമേറിയ ഗുഹ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞ ആ ചരിത്ര സംഭവത്തിന് സാക്ഷ്യമായ പരിശുദ്ധമായ ഗുഹ. അത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴോ ചെല്ലുമ്പോഴൊക്കെ ഇത്രയും പ്രയാസപ്പെട്ട് എൻ്റെ ഹബീബ് എത്തിപ്പെട്ടല്ലോ എന്ന ഒരു മാനസികമായ ഒരവസ്ഥ ഏത് ഈമാനുള്ള ആളുടെയും ഖൽബിൽ വരും. ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാകും. മഹാരഥന്മാരുടെ പാദസ്പർശനം ഏറ്റ സ്ഥലം സന്ദർശിക്കുക എന്ന മറ്റൊരു ഫضലും കൂടി അതിലൂടെ
കരസ്ഥമാക്കാനും കഴിയും എന്നുള്ളതാണ്. ഇത് എല്ലാവരും അറിയുന്ന സംഗതിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ ആ സൗർ ഗുഹയിൽ നടന്ന സംഭവങ്ങൾ പ്രതിപാദിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോൾ കണ്ണിലൂടെ ഹസൻ റളിയല്ലാഹുവിൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് വരാറുണ്ടെന്നും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കണ്ണുനീര് മുത്തുനബി തോർത്തി അല്ലെങ്കിൽ റെഡിയാക്കി അത് തുടച്ചു കൊടുത്ത സംഭവം പ്രതിപാദിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു കണ്ണിനീര് തുടച്ച് വൃത്തിയാക്കാറുമുണ്ടായിരുന്നു എന്നൊക്കെ മുഫസ്സിരീങ്ങളൊക്കെ ഇത് ഹുമാ ഫിൽ ഖോറി എന്നതിൻ്റെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ ഗുഹയിലേക്ക് കയറുന്നത് സുന്നത്താണ് എന്ന് ഈ പറയുന്ന അയിമ്മത്തുകളൊക്കെ പഠിപ്പിച്ചതാണ്. കേവലം ഒരു ത്രില്ലിന് വേണ്ടി മാത്രം കയറുന്നത് അല്ല. ഒരു ത്രില്ലിന് കാണാൻ കയറിയതാ, ത്രില്ലിനല്ല. 18ഓളം വരുന്ന സ്ഥലം സന്ദർശിക്കൽ സുന്നത്താണ്. വൈസ്തഹബ്ബൻ യസൂറൽ മവാദിഅൽ മഷ്ഹൂറത്ത ബിൽ ഫളിലി ഫി മക്കത്ത വഹിയ 18. 18ഓളം വരുന്ന മക്കയിൽ പ്രസിദ്ധമായ സ്ഥലങ്ങളെ സന്ദർശിക്കൽ സുന്നത്താണ് എന്ന് ഇമാം നബി റഹിമഹുല്ലാ ഈലാഹിൽ പറയുന്നു, ഷറുൽ മുഹദ്ദിബിൽ പറയുന്നു, ഷർവാനിയിലും രേഖപ്പെടുത്തുന്നു. മിൻഹ ബൈത്തുൽ മൗലിദി, ഷറുൽ മുഹദ്ദിബിൽ പറയുന്നു ബൈത്തുൽ മൗലിദ് എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം. ഇനി അവിടെയും ഇയാൾ ചിലപ്പോൾ ത്രില്ലിന് പോകുകയാണെങ്കിൽ സുന്നത്തായിട്ട് തന്നെ പോകാം. അതേ പ്രകാരം തന്നെ ബൈത്തു ഖദീജ റളിയല്ലാഹു അൻഹായുടെ, ഖദീജ ബീവിയുടെ മക്കൾക്കൊക്കെ ജന്മം നൽകിയ, ഫാത്തിമ ബീവി ഉൾപ്പെടെയുള്ള മക്കൾക്കൊക്കെ ജന്മം നൽകിയ ആ വീടാണ് എന്നൊക്കെ പറഞ്ഞ് ഇമാം നബി തങ്ങൾ നന്നാക്കി പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ വീട് പള്ളിയായിട്ട് പിന്നീട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സന്ദർശിക്കൽ പ്രത്യേകം സുന്നത്തായി പറയുന്നു. വൽ ഖോറുല്ലദീ ഫീ സൗറിൻ, സൗർ പർവ്വതത്തിലുള്ള ഖോർ, ഇത് ഹുമാ ഫിൽ ഖോർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഖോറാണ് എന്ന് ഇമാം നബി തങ്ങൾ ഇലാഹിൽ പറയുന്നുണ്ട്. ആ സൗറിൽ ആണ്, അതിൽ പോകലും സന്ദർശിക്കലും സുന്നത്താണ്. വൽ ഖോറുല്ലദീ ഫീ ഹിറാ, ചിലപ്പോൾ ഇഖ്റ ഇറങ്ങിയ ഹിറാ പർവ്വതത്തിലുള്ള ആ സൗറിൽ ആ ഖോറിലേക്കും പിന്നെ ഗുഹയിലേക്കും ചിലപ്പോൾ ഇയാൾ നാളെ പോകും. എന്നിട്ട് അതും ചിലപ്പോൾ ത്രില്ലിനാക്കും. അതും ത്രില്ലിനല്ല, അതും സുന്നത്തായി ഇമാം നബി തങ്ങളെ പോലെയുള്ളവർ പരിചയപ്പെടുത്തിയതാണ്. അവിടെയൊക്കെ ഇസ്ലാമിക ചരിത്രം കൃത്യമായി ഉറങ്ങുകയും ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ നിമിത്തമാവുകയും ഈമാനുള്ളവരുടെ ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമാകുന്നതുമാണ്. ത്രില്ലിന് പോകുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഇറങ്ങാനായി ഇപ്പം അങ്ങോട്ട് തന്നെ പോകണമെന്നില്ലല്ലോ. ഇവിടെ തന്നെ അതിലേറെ ഉയരവും ഒക്കെ ഉള്ള അതിലേറെ പ്രയാസപ്പെട്ട് കയറാൻ പറ്റുന്ന മലകളൊക്കെ ചിലപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി അങ്ങോട്ട് ഇത്ര ഷുഗറൊക്കെ കൂടി ഇടങ്ങാറായി അവിടെ തന്നെ പോയി ഇടങ്ങാറാകേണ്ട ആവശ്യമില്ല. ത്രില്ല് പല സ്ഥലത്തും കിട്ടും. അത് ത്രില്ലിനല്ല, അത് ത്രില്ല് ഒരിക്കലും വരാനും പാടില്ല. എങ്ങനെ അവിടെ ത്രില്ലുണ്ടാകൽ? കാരണം ഇത് ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയ സ്ഥലമല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതിന് ആഘോഷിക്കാൻ കഴിയുമോ? ഓരോ ചവിട്ടടിയും അവൻ്റെ മനസ്സ് പറയേണ്ടത് എന്താണ്? ഇത്രയും പ്രയാസമുള്ള ഇതൊക്കെ സാഹസികതയോട് കൂടി കയറി ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി, ദീനെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഹബീബ് കയറി വന്ന സ്ഥലമാണല്ലോ എന്ന് ചിന്തിക്കേണ്ട സ്ഥലമല്ലേ, എന്ന് ചിന്തിക്കേണ്ട സമയമല്ലേ, എന്ന് ചിന്തിക്കാൻ നിമിത്തമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന പിന്നെ കയറ്റമല്ലേ. അതുകൊണ്ട് അവിടെ കേവലം ഒരു ത്രില്ലും ഒരു ആഘോഷവുമാക്കാനുള്ള സ്ഥലമല്ല, അത് ആഘോഷിക്കാനുള്ളതല്ല. നമ്മുടെ മുത്തുനബിയുടെ ത്യാഗങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്ന ഓരോ സാഹചര്യങ്ങളാണ്. ഇന്ന് പിന്നെയും അവിടെ സൗകര്യങ്ങളൊക്കെ പലരും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും സൗകര്യമില്ലാത്ത കാലത്ത് ആണല്ലോ അന്ന് കയറിയത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു ത്രില്ലും വരൂല. മുത്തുനബിയോടുള്ള മഹബത്ത് ഈമാനുള്ളവർക്ക് വർദ്ധിച്ച് കൂടി വരാൻ അത് നിമിത്തമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.